മാധ്യമപ്രവർത്തനായ മെഹദി ഹസൻ അടുത്തിടെ ജൂബിലി യൂട്യൂബ് ചാനലിലെ സറൗണ്ടഡ് എന്ന ഡിബേറ്റ് പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. അവിടെ കോണർ എന്നൊരാൾ താൻ ഫാസിസ്റ്റ് ആണെന്ന് പറയുകയും അതിന് മെഹദി ഹസൻ തൻ്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ഞാൻ ഫാസിസ്റ്റുകളോട് ഡിബേറ്റ് നടത്താറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളുടെ കമന്റ് സെക്ഷനും പലപ്പോഴും കേൾക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് എതിർപ്പുള്ള ആൾക്കാരുമായി ഒരു സംവാദത്തിൽ ഏർപ്പെട്ടുകൂടെ എന്ന്. പലപ്പോഴും ഈ ചോദ്യം ഞങ്ങൾ തമാശയായിട്ട് തള്ളിക്കളയാറുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിനെക്കുറിച്ചാണ്. ഫാസിസ്റ്റുകളുമായിട്ട് ഡിബേറ്റ് നടത്തേണ്ടതുണ്ടോ ഇല്ലയോ? ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തിനാണ് ഡിബേറ്റ് നടത്തുന്നത്. അതിനെ ആശ്രയിച്ചാണ് ഏത് വിഷയങ്ങളിൽ സംസാരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. നമുക്ക് എതിർപ്പുള്ള എല്ലാത്തിനുമേലും ഡിബേറ്റ് വേണമെന്നില്ല. രണ്ട് പേരോ രണ്ട് ഗ്രൂപ്പോ തമ്മിൽ ഒരു സംവാദം നടത്താൻ പൊതുവായ ഒരു അടിസ്ഥാന വിശ്വാസം ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ക്രിസ്ത്യാനിയും മുസ്ലിമും യഥാർത്ഥ ദൈവം ആരാണെന്ന് ചർച്ച ചെയ്താൽ ഇരുവരുടെയും പൊതുവിശ്വാസം ദൈവം ഉണ്ട് എന്നതാണ്. ദൈവവിശ്വാസിയും നാസ്തികനും തമ്മിൽ ദൈവമുണ്ടോ എന്ന് ചർച്ച ചെയ്താൽ ഇരുവരും അംഗീകരിക്കുന്നത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നത് മനുഷ്യന്റെ യുക്തി അനുസരിച്ച് മനസ്സിലാക്കാം എന്നാണ്. എന്നാൽ ഒരു ദൈവവിശ്വാസി പറയാണ് ദൈവത്തെ യുക്തി അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന്. പിന്നെ നാസ്തികൻ അയാളുമായി ഡിബേറ്റിൽ ഏർപ്പെടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. സാമൂഹിക വിഷയങ്ങളിൽ ഡിബേറ്റ് ചെയ്യുമ്പോൾ പൊതുവായ വിശ്വാസം എല്ലാ മനുഷ്യർക്കും ഒരേ മാനവും അവകാശവും എന്നതാണ്. ഈ ഷെയർഡ് ഹ്യൂമൻ ഡിഗ്നിറ്റി അംഗീകരിക്കുന്നവരുമായി മാത്രമേ സാമൂഹിക വിഷയങ്ങളിൽ ആരോഗ്യപരമായ ചർച്ചകൾ നടക്കൂ. ഫാസിസ്റ്റുകളുടെ പ്രശ്നം അവരുടെ ആശയം തന്നെ മറ്റുള്ളവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതാണ്. അവർ ചില ജനവിഭാഗങ്ങളെ ലെസ്സർ ഹ്യൂമനായി മാത്രമേ കാണാറുമുള്ളൂ. അതിനാൽ സാമൂഹിക വിഷയങ്ങളിൽ അവരുമായി ചർച്ച ചെയ്യുന്നത് ഫലപ്രദമല്ല. ഒരു വിഷയത്തെ ഡിബേറ്റ് എടുക്കുമ്പോൾ അത് സമൂഹത്തിൽ നിലനിൽക്കുന്ന പല ഭിന്നഭിപ്രായങ്ങളിൽ ഒന്ന് എന്ന നിലയ്ക്ക് ലെജിറ്റിമേറ്റ് ആയ അഭിപ്രായം എന്ന പോലെ തോന്നിപ്പിക്കും. പക്ഷേ ഫാസിസം സോഷ്യലി ലെജിറ്റിമേറ്റോ ധാർമ്മികമായതോ ആയിട്ടുള്ള ഒരു ആശയമേ അല്ല. ഫാസിസം എന്നത് അപകടകരമായ ഒരു ഐഡിയോളജിയാണ്. അതിനാൽ തന്നെ ഫാസിസത്തിന്റെ ആശയ പ്രചരണത്തിന് വേണ്ടി വേദി ഒരുക്കാതിരിക്കുക എന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഇനി ഫാസിസ്റ്റുകളുമായി സംസാരിക്കാതിരിക്കുന്നത് ശരിയല്ല, അവരുടെയും ഫ്രീഡം ഓഫ് സ്പീച്ച് സംരക്ഷിക്കപ്പെടണമെന്ന് പറയുന്ന ലിബറൽസിനോട് സൗകര്യമില്ല. മറ്റുള്ളവരുടെ മൗലിക അവകാശങ്ങളെ തന്നെ എതിർക്കുന്നവർ തങ്ങളുടെ ഫ്രീഡം ഓഫ് സ്പീച്ചിന് വേണ്ടി വാദിക്കുന്നത് എങ്ങനെയാണ് ശരിയാവുക? നിങ്ങൾ അവരെ പിന്തുണയ്ക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരുപക്ഷെ അവരെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അറിയാമായിരിക്കും, അല്ലെങ്കിൽ മോശം വാക്കുകൾ ഉപയോഗിക്കാതെ സൗമ്യമായിട്ട് ഫാസിസം പറയുന്നവരായിരിക്കും. എന്നാൽ ആ കാരണം പറഞ്ഞ് അവരെ പിന്തുണയ്ക്കുന്നത് ശരിയേ അല്ല. ഇവരെ സംസാരിക്കാൻ അനുവദിക്കരുത്, സമൂഹത്തിൽ ഇടപഴകാൻ അനുവദിക്കരുത് എന്നൊന്നുമല്ല. പക്ഷെ ഇവരുടെ രാഷ്ട്രീയവും കാഴ്ചപ്പാടുകളും ധാർമ്മികമായും രാഷ്ട്രീയമായും സാധുവല്ല. അതിനാൽ തന്നെ എത്തിക്കൽ അല്ലെങ്കിൽ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇവരുടെ അഭിപ്രായങ്ങൾക്ക് മുഖവില കൊടുക്കേണ്ട ആവശ്യവുമില്ല. ഒരു യുക്തിസഹമായ ഒരു മനുഷ്യന് ഇവരുമായി സംവദിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ഇത്തരക്കാർക്ക് ബ്രോഡ് ഡേ ലൈറ്റിൽ കാണുന്ന തെളിവുകളൊന്നും വിശ്വസനീയമല്ല. എന്നാൽ അവരോട് തെളിവുകൾ തരാൻ പറഞ്ഞാലോ അങ്ങനെയൊന്നും അവരുടെ കയ്യിൽ കാണുകയുമില്ല. ഇവരോട് നമ്മൾ എന്ത് പറഞ്ഞാണ് സംവദിക്കുക?